അത് ശരി. അപ്പോൾ CAG-ക്കൊക്കെ CAG-യുടെ റിപ്പോർട്ട് ഇതിനകം കിട്ടിക്കഴിഞ്ഞല്ലേ? സോറി. അപ്പോൾ ED-ക്കൊക്കെ CAG-യുടെ റിപ്പോർട്ട് ഇതിനകം കിട്ടിക്കഴിഞ്ഞ് കാണണമല്ലോ. CAG റിപ്പോർട്ടിലെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മസാല ബോണ്ടിന് അനുമതി റിസർവ് ബാങ്ക് നൽകിയോ? ഏത് അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ED അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. ഇതൊരാഴ്ചക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. ഇത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു CAG-യുടെ അന്വേഷണ റിപ്പോർട്ടല്ല. കേരളത്തിലെ ഭരണസ്തംഭനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലിൻ്റെ ഭാഗമാണ്. അതിന് തെളിവായിട്ട് ഞാൻ പറഞ്ഞത്, കരട് റിപ്പോർട്ടിൽ 2 പാരഗ്രാഫേ ഉള്ളൂ കിഫ്ബിയെക്കുറിച്ച്. അത് എക്സിറ്റ് മീറ്റിംഗിൽ ചർച്ച ചെയ്തു. ഞങ്ങൾ ആ 2 പാരഗ്രാഫിന് പ്രതികരണവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫൈനൽ റിപ്പോർട്ടുമായിട്ട് വന്നതോ കരട് റിപ്പോർട്ടിൽ ചർച്ച ചെയ്യാത്ത ഭരണഘടനാ സാധുത സംബന്ധിച്ച നിഗമനങ്ങളാണ് 4 പേജിൽ വിസ്തരിച്ചെഴുതിയിരിക്കുകയാണ്. എന്താണ് അവരുടെ ശ്രമം ഉണ്ടായിരുന്നത്? ഹൈക്കോടതിയിലെ കേസിലെ CAG കക്ഷിയാണ്. അപ്പം ആ കേസ് അതിന് വരാറുള്ള സമയമൊക്കെയായി ഫെബ്രുവരി മാസത്തിൽ കൊടുത്തതാണ്. ഈ റിപ്പോർട്ട് നിയമസഭയിൽ ഇനി വെച്ചു. അതിനു വേണ്ടിയിട്ട് ഫെബ്രുവരി വരെ കാത്തിരിക്കണം. അതിനിടയിൽ ഹൈക്കോടതി അടക്കമുള്ളവരുടെ അടുത്ത് CAG-യുടെ റിപ്പോർട്ടായിട്ട് ഇത് നൽകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു അസാധാരണ സാഹചര്യമാണ്. ഒരു സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനായിട്ട് AG തന്നെ ഇറങ്ങുക. അതിനു വേണ്ടിയിട്ട് വാർത്തകൾ ചോർത്തുക, ഇല്ലാത്ത അടിസ്ഥാനരഹിതമായ വിവാദങ്ങൾ കൊണ്ടുവരിക. UDF സർക്കാർ AG ഓഡിറ്റ് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞതിനപ്പുറം ഒന്നും ഇടതുപക്ഷ സർക്കാരും ചെയ്തിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ കിഫ്ബിയുടെ നിയമത്തിൽ പറഞ്ഞതുപോലെ. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷെ അതെങ്ങനെയാണ് AG-യുടെ ഓഫീസ് ഇത് വിവാദമാക്കി മാറ്റിയത്? ഇങ്ങനെ കത്തയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ലീക്ക് ചെയ്തു. അതിന് സർക്കാർ നൽകിയ മറുപടി ലീക്ക് ചെയ്തു. അതിനടിസ്ഥാനത്തിൽ 14(1) അപൂർണമാണ്, 20 വകുപ്പ് പ്രകാരം അന്വേഷണം വേണം, അത് ലീക്ക് ചെയ്തു. സുനിൽ രാജ് എന്ന് പറയുന്ന AG ആ പദവിക്ക് ഒട്ടും യോജിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നടത്തി. എന്നിട്ടിപ്പോ ഈ കോടതിയിലെ കേസ് വൈകിയാലോ എന്നാൽ ED-യെ കൊണ്ട് CAG പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താം. ED എന്തിനാ? ED കള്ളപ്പണം വെളുപ്പിക്കലടക്കമുള്ള സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കാനാ, ഭരണഘടന വ്യാഖ്യാനം ചെയ്യാനല്ല. അതിനിവിടെ കോടതിയുണ്ട്, ഭരണഘടന ഉണ്ടാക്കാൻ നിയമസഭയുണ്ട്. അപ്പോൾ ഇപ്പോൾ
റിസർവ് ബാങ്ക് അനുമതി നൽകിയത് ഭരണഘടനാ അനുസൃതമല്ല എന്ന് അർത്ഥം വരുന്ന CAGയുടെ ഒരു പരാമർശം പിടിച്ച് ഭരണഘടനാ വ്യാഖ്യാനം നടത്തിക്കഴിഞ്ഞിരിക്കുക. ED അന്വേഷണം കൊണ്ടുപോയി. ഇതിനുള്ള മറുപടി ജനങ്ങൾ കൊടുക്കണം. EDക്ക് CAG എന്താ പറഞ്ഞതെന്ന് ബോധ്യമായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന് ബോധ്യമായിട്ടില്ല. ഇന്നലെയും അദ്ദേഹം പറഞ്ഞു കേട്ടത് ഏത് റിപ്പോർട്ട്? എൻ്റെ കയ്യിൽ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ അവകാശ ലംഘന പ്രമേയം കൊടുത്തിരിക്കുകയല്ലേ? അത് ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നോട് അതിന് വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വിശദീകരണം നൽകും. അപ്പോ നിങ്ങൾക്ക് അറിവില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് അറിവുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നിയമസഭ കാത്തിരിക്കാതെ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒളിച്ചുകളി അവസാനിപ്പിക്കാം. BJPയുമായിട്ട് ഒത്തുകളിച്ച് EDയെ കൊണ്ട് കിഫ്ബിയെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങണം. നിങ്ങളടക്കം ഒരുമിച്ച് പാസാക്കിയ നിയമം, ആ നിയമത്തെ സംരക്ഷിക്കണം. EDക്കൊന്നൊരു പങ്കുമില്ല, മാറി നിൽക്കണം എന്ന് പറയാനുള്ള ആർജവം പ്രതിപക്ഷ നേതാവിനുണ്ടാകണം. ചോദിക്കാം. അവര് പറയട്ടെ, ഞാൻ പറഞ്ഞതാണോ കിട്ടിയത്, അതല്ല വേറെ കിട്ടിയതാണോ എന്നുള്ള കാര്യം. ഇനി ഞാൻ CAG RBIനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നോ RBIക്കെതിരായിട്ട് പരാമർശം ഉണ്ടായിട്ടുണ്ടെന്നോ പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല. ഞാനിതുവരെ പ്രതിപാദിച്ചുകൊണ്ടിരുന്നത് വായ്പ എടുത്ത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളതാണ്. അപ്പോൾ കേസുള്ളത് വായ്പ എടുക്കുന്നതിനെതിരായിട്ട് എതിരായിട്ടല്ല, വിദേശ വായ്പ എടുക്കുന്നതിനെതിരായിട്ടാണ് കേസുള്ളത്. അപ്പോൾ എൻ്റെ വിശദീകരണങ്ങളിലൊന്നും ഞാൻ RBI അനുവാദമൊന്നും വലിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടില്ല. എവിടെ നിന്ന് കിട്ടി EDക്കത്? അതുകൊണ്ട് ED ഇപ്പോൾ വിശദീകരിക്കണമെന്നില്ല, അന്വേഷണ ഏജൻസിയാണ്. ഇവരുടെ നീക്കം കേരള സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉള്ള പ്രശ്നം ഇതാണ്. ഈ അട്ടിമറിക്ക് കൂട്ടു നിൽക്കണം, അതോ വോട്ടിലൂടെ ചുട്ട മറുപടി ഇതിന് കൊടുക്കണം? അതായത് ഈ പറയുന്ന ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നു. അതിന് മുന്നോടിയായിട്ട് CAG റിപ്പോർട്ട് പുറത്തുവിടുന്നു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നടത്തുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു കോക്കസ് ആണ് അത്. അതായത് ED, ഇവിടുത്തെ CAG, പ്രതിപക്ഷം, ഇതെല്ലാം കൂടി ഒരു കോക്കസാണ്. ഞാൻ നേരത്തെ കൂടിയാലോചിച്ച് ഇവരെല്ലാം കൂടി പ്രവർത്തിക്കുന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ CAG ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ധൃതി പിടിച്ച് സംസ്ഥാന സർക്കാരിനോട് പോലും ചർച്ച ചെയ്യാതെ തയ്യാറാക്കിയതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. അതുമേ കൊത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷം. കേരളത്തിൻ്റെ അവകാശം സംസ്ഥാനത്തിൻ്റെ അവകാശത്തേക്കാൾ പ്രധാനം ഇന്നത്തെ സർക്കാരിന് അടിക്കാനൊരു വടിയതി നിന്ന് കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് അവരുടെ നോട്ടം. ED ഇപ്പോൾ വന്നു, അവരും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അവരപ്പോൾ CAG പറഞ്ഞിരിക്കുകയല്ലേ ഇത് ഇങ്ങനെ വിദേശ വായ്പ ആണ്, അതെടുക്കാൻ കിഫ്ബിക്ക് അധികാരമില്ല എന്ന് CAGയുടെ പരാമർശമുണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് എങ്ങനെ അനുമതി നൽകി, എന്തനുമതിയാണ് നൽകിയത് എന്ന് തുടങ്ങിയത്.
ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് അവർ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നോക്കാം, നമുക്ക് കണ്ടു കാണണം. അപ്പോൾ ഇവിടെ കേരളത്തിനെതിരായിട്ട് കിഫ്ബിക്കെതിരായിട്ടുള്ള വമ്പൻ ഗൂഢാലോചനയാണ്. ഇതൊരു അസാധാരണ സാഹചര്യമാണ്, മുമ്പൊരിക്കലും ഇല്ലാത്തൊരു സാഹചര്യം. വെറും കീഴ്വഴക്കങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രശ്നമല്ല, അട്ടിമറി ശ്രമത്തെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കടമ. നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ട സ്പീക്കറുടെ അവകാശ ലംഘന നോട്ടീസിന് ഇതെല്ലാം ചേർത്ത് തന്നെയാണ് മറുപടി പറയുക. എന്താ അവിടെ പറയാൻ പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, പക്ഷേ ഇതാണെന്ന് കേരളത്തിലെ സാഹചര്യം. അതുകൊണ്ട് ഈ വിവാദം കേരളത്തിൽ തുടങ്ങിയപ്പോൾ ഉള്ളതിനേക്കാൾ അതീവ ഗൗരവമായ വിശേഷത്തിലേക്ക് വിവാദം വളർന്നു വന്നിരിക്കുകയാണ്. അവർ പറയണം. ഏതായാലും RBI ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ പത്രത്തിൽ പറഞ്ഞിട്ടില്ല. RBIക്കെതിരായിട്ട് CAG, കാരണം ഞാൻ മുഴുവൻ റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ നിന്നിട്ടില്ല. എൻ്റെ പ്രശ്നം സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്യാതെയാണ് ഇത്തരം ഒരു റിപ്പോർട്ട് 4 പേജ് എഴുതിയത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാത്തതുകൊണ്ട് ഈ 4 പേജ് എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ ആത്മാർത്ഥം വിശ്വസിച്ചെന്ന് ഇത് കരടാണെന്ന്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വന്നിട്ട് 3 ദിവസം നിൽക്കാത്ത തെറ്റ് ഞാനിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതിപ്പോഴല്ലോ, അന്ന് മുതൽ പറയുന്നതല്ലേ ഈ അനുമതി വേണ്ടതെല്ലാം മേടിച്ചിട്ടാണെന്ന്. പക്ഷെ ഞാൻ എവിടെയെങ്കിലും CAG അവരുടെ ഈ 4 പേജ് റിപ്പോർട്ടിൽ RBIയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ ഈ 4 പേരുള്ള മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. 1, നടപടിക്രമങ്ങൾ വീഴ്ച വരുത്തി. 2, വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് വേറെ തലങ്ങളിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കേട്ടിട്ടാണ് ഇപ്പൊ ഈ വിദേശ വായ്പയ്ക്കെതിരെ, അതായത് RBIയുടെ അനുമതി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഈ പ്രചാരണം കേട്ടിട്ടാണോ, അതോ ഈ പറഞ്ഞ പോലെ തന്നെ CAGയുടെ കയ്യിൽ നിന്ന് വ്യക്തമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്? സുഹൃത്ത്, ഞാൻ എങ്ങനെ പറയാനാ? ഞാൻ നിങ്ങളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇല്ല, ഇത് ദുർപ്രതിഷ്ഠമായിട്ടുള്ള അന്വേഷണങ്ങളാണ്. കേരളത്തെ ഭരണത്തെ സ്തംഭിപ്പിക്കാനുള്ള നീക്കങ്ങളാണ്. അതിനെ ചെറുക്കും, നിയമപരമായിട്ട് ചെറുക്കും, നിയമസഭയിൽ ചെറുക്കും, അല്ല ജനങ്ങൾ അണിനിരത്തി ചെറുക്കും. അതെ, സർക്കാരിന് ഭയപ്പെടേണ്ട കാര്യം ഇല്ല, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് സൃഷ്ടിക്കുന്ന ഭരണസ്തംഭനമുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ, മറ്റുള്ള ജനങ്ങൾക്കിടയിൽ, വായ്പ തരുന്നവരുടെ ഇടയിൽ ഇല്ലേ? ഇത് കൊണ്ട് ഡെമോക്രസിന്റെ വാള് പോലെ കിടക്കുമ്പോൾ ഇത് വായ്പ എടുക്കുക. ഈ ഫലത്തിൽ ഈ പരിപാടിയെ സ്തംഭിപ്പിക്കാനുള്ള വിവാദവും നീക്കവുമാണ് ഇവരൊക്കെ നടത്തുന്നത്, പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. NOC നൽകാം, ഇതെടുക്കുന്നതിന് ഞങ്ങൾക്കൊരു ഒബ്ജക്ഷനും ഇല്ല. അതല്ലാതെ വേറെ എന്ത് അനുമതിയാണ് RBI നൽകേണ്ടത്? ഇതിനെ RBI ഉണ്ടാക്കിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, ഫോമുണ്ട്, അതിൽ പൂരിപ്പിച്ച് കൊടുക്കണം. അതിനോടൊപ്പം അനുബന്ധ രേഖകൾ നൽകും. RBI അതിൻ്റെ അടിസ്ഥാനത്തിൽ RBIക്ക് ഒബ്ജക്ഷൻ ഇല്ല, ഇത് എഴുതി തരുന്നു, നിങ്ങൾക്ക് വായ്പ എടുക്കാം. അതിനപ്പുറം എന്ത് അനുമതിയാണ് വേണ്ടത്? ആർക്കാണ് അങ്ങനെ അതിനപ്പുറമുള്ള അനുമതി കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ പറയണത് അത്രയേ ഉള്ളൂ, ഇത് മതി. ബാക്കിയുള്ളതിനൊന്നും അപ്രൂവൽ അല്ല എന്ന് പറയുന്നുണ്ട്. എന്തിന്? ഇതാണ് റേറ്റിംഗ് വേണം, അത് RBI നോക്കുന്നതല്ല.
ഇതിന് വേറെ ഒരുപാട് നടപടിക്രമങ്ങൾ കാര്യങ്ങളുണ്ട്. അതൊന്നും RBI ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അതൊക്കെ വായ്പ തരുന്ന ആളുകൾ നോക്കിക്കോണം അതൊക്കെ ചെയ്തിട്ടുണ്ടോ. നിയമപരമായിട്ട് ഇതിന് അനുമതിയുണ്ട്. അതേസമയത്ത് കിഫ്ബിയുടെ റേറ്റിംഗ്, അതിന് ഓരോ സ്ഥലത്തും നടത്തേണ്ട പാലിക്കേണ്ട ചട്ടങ്ങൾ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അല്ല സിംഗപ്പൂരിലെ ചട്ടം, ആ ചട്ടമൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് വായ്പ തരുന്നവർ നോക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിസ്ക്ലെയിമർ അല്ല ഞങ്ങൾ അനുമതി നൽകി, നാളെ RBIനെ സ്വീ ചെയ്യാൻ ആരും വരരുത്, ഞങ്ങൾക്കതിന് ബാധ്യതയില്ല. ഇന്ന നിയമപ്രകാരം അവർക്ക് വായ്പ എടുക്കാം, ആ NOC നൽകുള്ളൂ. അതിനപ്പുറം എന്ത് അനുമതിയാണ് വേണ്ടതെന്ന് പറ. എന്നിപ്പോൾ ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങളുടെ മാധ്യമങ്ങളിൽ വരുന്നത് പോലെ RBIയുടെ എന്തെങ്കിലും പെശകുണ്ട് എന്ന് CAG ചൂണ്ടിക്കാണിച്ചതായി ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. കാരണം രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ചർച്ചയിൽ. ബാക്കി CAG പിന്നെ വേണമെങ്കിൽ അതൊക്കെ നിയമസഭയിൽ പറയാം, അല്ലെങ്കിൽ കൊടുക്കാം, എഴുതി കൊടുക്കാം വിചാരിച്ചിരിക്കുന്നതാണ്. സർക്കാർ മറുപടി ഇതിന് കൊടുക്കുമല്ലോ, അപ്പോൾ കൊടുക്കാം. ഈ 4 പേജിൽ ഒരുപാട് വാദങ്ങളുണ്ട്. അതിലൊക്കെ ഒന്ന് നമ്മൾ കടത്തി ആ മെറിറ്റിലേക്കൊന്നും അതിൽ കടന്നിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അതായത് സാറ് കണ്ട CAG റിപ്പോർട്ടിൽ ഈ പറയുന്ന വിദേശത്ത് നിന്ന് RBIയുടെ അനുമതി പ്രശ്നങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല. പക്ഷേ ED ഇപ്പോൾ എടുത്തിരിക്കുന്നത് അനുമതി ഇല്ലാതെ വിദേശ വായ്പ എടുത്തു എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഇത് അന്വേഷണത്തിന് ഏർപ്പെടുന്നത്. അപ്പൊ ഈ EDയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ? അതാണ് ഞാൻ EDയെ അല്ലല്ല, CAG റിപ്പോർട്ടിലുണ്ട്. CAG റിപ്പോർട്ടിൽ RBI എടുത്ത നിലപാട് ശരിയല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. RBIയുടെ അനുമതി ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. RBIക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് വ്യംഗ്യമായിട്ട് CAG റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പുറത്ത്. പക്ഷേ ഇതിപ്പോ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ CAG RBIയോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെ അറിഞ്ഞു? ആണ് പ്രശ്നം. ഇത് അവര് പറയേണ്ടതാണെന്ന് ഞാൻ ഊഹിച്ചെന്തിനാ പറയുന്നേ? എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ CAG പറഞ്ഞതിനെ കുറിച്ച് പൊതുമണ്ഡലത്തിൽ 2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് നടപടിക്രമം തെറ്റി സംസ്ഥാന സർക്കാരോട് ചോദിച്ചിട്ടില്ല. 2, ഇത് ഭരണഘടനാ വിരുദ്ധം ആണ് വായ്പയെടുക്കൽ എന്ന് പറയുന്നത് കേരള നിയമസഭയോടുള്ള അവഹേളനമാണ്. മസാല ബോർഡിന്റെ കാര്യം മാത്രമല്ല, പക്ഷെ അതിനുള്ളിൽ മസാല ബോർഡിനെ കുറിച്ചുണ്ട്. മസാല ബോർഡിനെ കുറിച്ച് RBIനെ കുറ്റപ്പെടുത്തിയിരിക്കുക. അപ്പോ BJP ആണോ പരാതി EDക്ക് കൊടുത്തത്, അതോ പ്രതിപക്ഷ നേതാവാണോ? അവര് തന്നെ പറയട്ടെ. അല്ലാതെ പരാതി കിട്ടിയിട്ടില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. കിട്ടിയാൽ അന്വേഷിക്കുമെന്ന്. ഇപ്പം അന്വേഷണം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രകാരം പരാതി കിട്ടിയിട്ടുണ്ട്. ഇത് BJP ആണോ നൽകിയത്, പ്രതിപക്ഷ ആണോ, UDF ആണോ നൽകിയത് എന്ന് അറിയുമ്പോൾ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ കളിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇപ്പോ നമ്മുടെ CAG റിപ്പോർട്ടേ അങ്ങനെ നിയമസഭയിൽ വെക്കുന്നതിന് മുമ്പ് പൊതു ചർച്ചയാക്കുന്നത് അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. ഫൈനൽ റിപ്പോർട്ടാണെങ്കിൽ ഒരിക്കലും പാടില്ല. സ്പീക്കറുടെ റൂളിങ്ങും ഉണ്ട്. എന്നാൽ വളരെ അസാധാരണമായൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായത്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊക്കെ എത്തുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പദ്ധതികളാകെ സ്തംഭനത്തിലേക്ക് എത്തും. അപ്പം അത് കണ്ടുകൊണ്ട്
രണ്ട് കാര്യങ്ങളാണ് പൊതുമണ്ഡലത്തിൽ പറഞ്ഞത്. ഒന്ന്, ഇത് കരട് റിപ്പോർട്ടാണ്, അതുകൊണ്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ പറയുന്നു. പിന്നെ അത് കരട് റിപ്പോർട്ടിൽ നിന്നിപ്പോൾ സർക്കാർ കാണാത്ത റിപ്പോർട്ടാണ് എന്ന നിഗമനത്തെത്തി. രണ്ട്, വായ്പ എടുക്കാനേ പാടില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇതേ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരുപാട് വാദങ്ങളുണ്ട് 4 പേജ്. ഇത് മാത്രമല്ല, 4 പേജ് ഇത് വെച്ച് എഴുതാൻ പറ്റില്ലല്ലോ. അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം മാധ്യമങ്ങളിൽ വരുന്നത് ഞാൻ പറയാത്തതോ ആയിട്ടുള്ള ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി ED അന്വേഷണം നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ EDക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യം ഞാൻ പരസ്യമായിട്ട് ചോദിക്കുക. അതെ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാരുമായി ചർച്ച ചെയ്യാതെ ഇങ്ങനെ റിപ്പോർട്ട് ഏകപക്ഷീയമായി തയ്യാറാക്കി നിയമസഭയിൽ വെക്കൂ എന്ന് പറയുന്നത് ശരിയാണ്, അതാണൊരു കാര്യം. രണ്ട്, കോടതിയിൽ കേസുണ്ട്. അത് നിയമസഭയിൽ എന്ത് വന്നാലും കോടതിയിൽ കേസുണ്ട്. ആ കേസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് നിയമോപദേശം തേടുന്നത്. നിയമോപദേശം മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ വിദഗ്ധന്മാർ സംസ്ഥാനത്തിന് വേണ്ടി ഹാജരാകും. ഇത്രയും വിവാദം നടത്തിയിട്ടും RBI തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വിദേശ വായ്പ എടുക്കുന്നതിന് അവരുമായിട്ട് ചർച്ച ചെയ്ത് അവർക്ക് സന്തോഷമുള്ളു തരാൻ ആ വായ്പ എടുക്കുന്നതിന് വേണ്ടിയുള്ള അറേഞ്ചേഴ്സിനെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച നടക്കണം. RBIക്ക് നമ്മൾ അപേക്ഷ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ഘട്ടത്തിലും RBI ഇത് നിങ്ങൾ തെറ്റിപ്പോയി, നിങ്ങൾക്ക് അവകാശമില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും വിവാദം ഉണ്ടായിട്ടും പറഞ്ഞിട്ടില്ല. വീഴ്ചയില്ലെന്ന്. ഇത് ബോഡി കോർപ്പറേറ്റാണ്, ഇത് കോർപ്പറേറ്റ് ബോഡിയാണ്. കോർപ്പറേറ്റ് ബോഡികൾക്ക് നിയമത്തിൽ UDF അടക്കം പാസ്സാക്കിയിട്ടുള്ള നിയമം കൈപൊക്കിയ ഗവൺമെന്റ് കേസ് പ്രകാരം ഇത് ബോഡി കോർപ്പറേറ്റാണ്. ഇത്തരം ഒരു ബോഡി കോർപ്പറേറ്റിന് വിദേശത്ത് നിന്ന് വായ്പ എടുക്കാം എന്ന് FEMA നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് RBIക്ക് അപേക്ഷ കൊടുത്തു, RBI NOC തന്നു. ദിസ് ഇസ് ഓൾ, ദാറ്റ്സ് സിമ്പിൾ. ഇതൊക്കെ തർക്കം വരുന്നത് എപ്പോഴാണ്? ഇത് ബോഡി കോർപ്പറേറ്റ് അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതാണ് CNTG പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതുകൊണ്ട് അതിന് വായ്പ എടുക്കാനുള്ള അവകാശമില്ല. അപ്പം നിങ്ങളൊരിക്കൽ, അപ്പം അതിനാണ് ഞാനിന്ന് എഴുതിയിട്ടുള്ളത് ഒരു പ്രമുഖ പത്രത്തിൽ. തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ആന്വിറ്റി മോഡലാണ്. ഏതാണ്ട് 600-700 കോടി രൂപയാണ് 15 വർഷം കൊണ്ട് കൊടുത്തു തീർക്കാനുള്ളത്. ആരെങ്കിലും ഇത് സർക്കാരിൻ്റെ വായ്പയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ആന്വിറ്റി കൊടുക്കുകയല്ലേ. ഇതുപോലെ തന്നെ ഒരു മാതൃകയാണ് നമ്മുടെ കിഫ്ബിക്ക് വർഷം തോറും ഒരു ആന്വിറ്റി കൊടുക്കുന്നു, നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. കിഫ്ബി വായ്പയെടുത്ത് പദ്ധതികൾ നടപ്പാക്കുന്നു. സർക്കാരിന് ഈ ആന്വിറ്റിയുടെ അപ്പുറം ഒരു വായ്പയില്ല, ഒരു ബാധ്യതയില്ല. മറ്റേ ആന്വിറ്റി ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ ഇത് ഉൾപ്പെടുത്തുന്ന കാര്യം എന്താണ്? അപ്പം പിന്നെ കിഫ്ബിക്ക് അവകാശമുണ്ട് വായ്പ എടുക്കാൻ. ഇത് ഉണ്ടാക്കി ഇങ്ങനെ വായ്പ എടുക്കാനല്ലേ. ആ നിയമം മുഖേനയാണ്. ഉദാഹരണത്തിന് സിയാൽ നിയമം പാസ്സാക്കിയിട്ടില്ലേ? കൊച്ചി മെട്രോ നമ്മൾ നിയമം പാസ്സാക്കിയിട്ടില്ലേ? നഹായ് നിയമം പാസ്സാക്കി ഉണ്ടാക്കിയതല്ലേ? റെയിൽവേ നിയമം പാസ്സാക്കി ഉണ്ടാക്കിയതല്ലേ? അപ്പം നിയമത്തിലൂടെ നമ്മൾ കോർപ്പറേറ്റ് ബോഡി ഉണ്ടാക്കാം, കമ്പനി നിയമപ്രകാരം ഒന്നുണ്ടാക്കാം, സൊസൈറ്റി ഉണ്ടാക്കാം, ട്രസ്റ്റ് ഉണ്ടാക്കാം, അതോറിറ്റി ഉണ്ടാക്കാം. ഈ നിയമത്തിൽ വരുന്നതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതുകൊണ്ട് കോർപ്പറേറ്റ് ബോഡി അല്ലെന്ന് പറയുന്ന അസംബന്ധമാണെന്ന്. നിയമം ഉപയോഗിച്ച് പലതരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് രൂപം നൽകാം. അങ്ങനെ നിയമം മുഖേന രൂപം നൽകിയ ഒരു ബോഡി കോർപ്പറേറ്റാണ് കിഫ്ബി.
അതെന്താ ഇപ്പോഴും KSRTC കോർപ്പറേഷനാണ്, അതിന് ശമ്പളവും പെൻഷനും ഇപ്പോൾ ഡീസലിൻ്റെ വാടക ചിലവ് പോലും ഈ കാലയളവിൽ സർക്കാരല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് കോർപ്പറേഷൻ അല്ലാതായി മാറുന്നുണ്ടോ? അവർ വായ്പ എടുത്തിട്ടുണ്ട്. മറ്റെല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ കൊച്ചി മെട്രോ അതിൻ്റെ നഷ്ടം മുഴുവൻ സർക്കാരിൻ്റെ ചുമലിലല്ലേ? ഇല്ലല്ലോ, ഇതിന് വരുന്നില്ല. ഇവിടെ അത് വരത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. നിയമസഭ പാസ്സാക്കിയിട്ടുള്ള കിഫ്ബി മോഡലിൽ അങ്ങനെ വരില്ല. കാരണം ഒരിക്കലും നിങ്ങളുടെ തിരിച്ചടവിനേക്കാൾ കൂടുതൽ ബാധ്യത വരുന്ന ആസ്തി അതിനൊക്കെ കുറവാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകില്ല. അതാണ് എൻ്റെ ബിസിനസ് മോഡൽ. അതുകൊണ്ട് നിയമത്തിൽ പറഞ്ഞതിൻ്റെ അപ്പുറം ഒരു ബാധ്യതയും ഒരു കാലത്തും സർക്കാരിന് ഉണ്ടാവില്ല. എന്തെന്തോ മസാല ബോണ്ട് ഈ കേന്ദ്രമല്ലെന്ന് അനുമതി നൽകുന്നത്. മസാല ബോണ്ട് പോലുള്ള വിദേശ വായ്പകൾക്ക് RBI ആണ് അനുമതി നൽകേണ്ടത്. അതാ നിയമമാണ്. അങ്ങനെ ഒരു നിയമമാണ് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത്. കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കി, ഫെമ നിയമം. ആ നിയമപ്രകാരം RBI നൽകേണ്ടത്. RBI തരുമ്പോൾ കേന്ദ്രത്തിന് അനുമതിയായി. അതിനപ്പുറം ഏത് അനുമതിയാണ് മേടിക്കേണ്ടത്? ശരിയെന്നാ NOCക്ക് അത് മതി. നിങ്ങൾക്ക് വിദേശ വായ്പ എടുക്കുന്നതിൽ ഒബ്ജക്ഷൻ ഇല്ല. ഇപ്പോഴത്തെ വിദേശ വായ്പ നമുക്ക് തരുന്നവർ അതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അവരന്വേഷിച്ചോണം. ഇത് അതിനൊക്കെ ഉള്ളൊരു അപ്രൂവലായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ അത് പാലിക്കേണ്ട നിയമം പരിശോധിക്കണം. അത് നിയമം പരിശോധിച്ച് വേണം. RBIക്ക് ഒബ്ജക്ഷൻ ഇല്ല. ഇന്ത്യയിലെ പാർലമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരം RBI ആണ് ഇങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യാനോ അനുമതി കൊടുക്കാനുള്ള സ്ഥാപനം, വേറെ ആരുമല്ല. നാളെ സ്പീക്കർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുക. അദ്ദേഹം നാളെ വരുമ്പോൾ നേരിട്ട് ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കും. ഇല്ല, രണ്ടുണ്ട്. എല്ലാ വർഷവും സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ഫിനാൻസിനെ കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ് ഫിനാൻസ് സംബന്ധിച്ച മേഖലയിൽ സെക്ഷനിൽ ആണ് കിഫ്ബിയെക്കുറിച്ചുള്ള ഈ പരാമർശങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ C&Gക്ക് ഏത് സ്ഥാപനത്തെക്കുറിച്ചും വിശേഷാലായൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാം. അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സിറ്റ് മീറ്റിംഗ് മിനിഞ്ഞാന്നായിരുന്നു. എനിക്ക് അറിയത്തില്ല എന്താ അവിടെ ചർച്ച ചെയ്തതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സിറ്റ് മീറ്റിംഗ് നടന്നു. ഇനിയുമുണ്ട്, ഒരു പക്ഷേ ഉണ്ടായിരുന്നു. അപ്പോൾ കിഫ്ബിയുടെ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് വിശേഷമായി വരും. അങ്ങനെ എല്ലാ വർഷവും ഏതെങ്കിലും 1-2 സ്ഥാപനം എടുത്ത് അവർ വിശദമായി പഠിച്ച് റിപ്പോർട്ട് വെക്കും. അങ്ങനെയുള്ള റിപ്പോർട്ട് കൂടി അവർ തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യം ഇന്ന് മന്ത്രി തന്നെ നേരിട്ട് പരസ്യപ്പെടുത്തി എന്നത് കുറെ കൂടി ഗുരുതരമായ ചട്ടലംഘനം. രണ്ടും ഒരുപോലെ കരുതാൻ പറ്റും. പാമുലിന്റെ പ്രത്യേകത എന്താ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? അത്രേ ഉള്ളൂ. കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനത്തിന് വായ്പ എടുക്കാൻ പറ്റൂല്ലെങ്കിൽ ഈ തുടങ്ങി വെച്ചിരിക്കുന്ന 50,000 പ്രൊജക്റ്റുകൾ എങ്ങനെയാണെന്ന് 50,000 കോടി രൂപയുടേത് അത് നേരിട്ട് സംസ്ഥാന സർക്കാരിന് പൂർത്തീകരിക്കാൻ പറ്റും? ഇതൊക്കെ സ്തംഭനത്തിലേക്ക് എത്തിച്ചേരുകയല്ലേ, ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് വരികയല്ലേ. പ്രതിപക്ഷത്തിന് അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്നാണ് മോഹം. അങ്ങനെ അങ്ങ് വഴങ്ങിക്കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറല്ല, ഞാൻ തയ്യാറല്ല. ചട്ടലംഘനത്തിലുപരിയാണ് ഈ വിഷയം
അത് തന്നെ. അത്രക്ക് അസാധാരണമായൊരു സാഹചര്യമാണ് C&AG എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനിയിപ്പം മറ്റേ ഏജൻസികളിൽ നിന്ന് എന്നാണ് വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഇവരെല്ലാം കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല. അസാധാരണമായ സാഹചര്യങ്ങൾ അസാധാരണമായ ഉത്തരങ്ങളും അനിവാര്യമാക്കുന്നു. ഇത് അസാധാരണമായൊരു സാഹചര്യം. ഞാൻ ചട്ടം ലംഘിച്ചതല്ല, ഉത്തമ ബോധ്യത്തിന് അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ആ ബോധ്യം തെറ്റാണ്, ഇത് കരട് റിപ്പോർട്ടല്ല ഫയലിലാണെന്ന് വന്നു, ഓൾറൈറ്റ്. പക്ഷെ എന്നാലും ഉന്നയിച്ച ഒരു പ്രശ്നവും അപ്രസക്തമായി തീരുന്നില്ല. ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിങ്ങനെ നോർമലായിട്ടുള്ള നടപടിക്രമത്തിൽ ഒതുക്കാൻ പാടില്ല. കേരള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇവരെല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. C&AG അല്ല, ചോർത്തി എന്നുള്ള കൊണ്ടല്ല. ഒന്ന്, ഇത് കരട് റിപ്പോർട്ടാണ്, പക്ഷെ അവരുടെ ഉന്നം ഇതാണ് എന്നുള്ളത് കൊണ്ട് ഇത് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ഇത് നടപടിക്രമം അനുസരിച്ച് പോയാൽ പോരാ, ഇത് സർക്കാരിനെ അട്ടിമറിക്കുന്നതിലേക്ക് എത്തിക്കും. അതിനുള്ള നീക്കമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞു. ഇത് ചർച്ച ചെയ്യണം. ഇത് നമ്മൾ പതിവ് പോലെ നിയമസഭ കൂടുന്നവരെ കാത്തിരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ആരെയും വിമർശിക്കാൻ പാടില്ലെന്നൊന്നും അതിലില്ല. ഏതായാലും ആക്ട് ഭേദഗതിയിൽ നമുക്ക് നോക്കാം അങ്ങനെ വല്ല ലംഘനം ഉണ്ടാവും. ഏതായാലും നമുക്ക് നോക്കാമെന്ന്. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ബോധ്യം. നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഉണ്ടാക്കുകയാണെങ്കിൽ നോക്കാമെന്ന്, അനുഭവത്തിൽ നോക്കാമല്ലോ. അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ബോധ്യം. ശരി, ഞാൻ പറയുന്നത് നിയമവകുപ്പ് മന്ത്രി അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയട്ടെ. പക്ഷേ സർക്കാർ ഉത്തമ ബോധ്യത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ നാട്ടിൽ നിന്ന് സാർവത്രികമായി ഉയർന്നുവന്ന ആവശ്യമാണ് ഇതിന് നിയന്ത്രണം വേണം, ഇങ്ങനെ പോകാൻ പറ്റത്തില്ലെന്ന്. ചിലതിലൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ജനങ്ങളെ അപമാനിക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും ഒക്കെ ലക്ഷ്യം വെച്ചുള്ളത്. അപ്പോൾ അതിന് ചില നിയന്ത്രണങ്ങൾ വേണം എന്ന് വ്യാപകമായിട്ട് ആവശ്യം വരെയും സ്പീക്കറിനടുത്ത് പ്രത്യേകം അപേക്ഷിക്കുകയെല്ലാം ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ നിയമം ഉണ്ടാക്കിയത്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ശരി.